നവോത്ഥാന നായകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 152ാം രക്തസാക്ഷി ദിനം ആറാട്ടുപുഴ മംഗലം ജ്ഞാനേശ്വര ക്ഷേത്ര ഗ്രൗണ്ടിലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിച്ചു. അനുസ്മരണ സമ്മേളനം സാമൂഹ്യ മുന്നണി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ബി അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാന നായകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 152ാമത് രക്തസാക്ഷി ദിനം ആറാട്ടുപുഴ മംഗലം ജ്ഞാനേശ്വര ക്ഷേത്ര ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മൃതി മണ്ഡപത്തിൽ ആചരിച്ചു. ഇതിന്റെ ഭാഗമായി പുഷ്പാർച്ചന നടന്നു. അനുസ്മരണ സമ്മേളനം സാമൂഹ്യ മുന്നണി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ബി അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിലെ സംസ്കരിക്കപ്പെട്ട, ഭാരതത്തിൽ തന്നെ സംസ്കരിക്കപ്പെട്ട ഒരു ചരിത്ര പുരുഷനായിരുന്നത്. ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകും, ഇന്ത്യയിലെ രാജാ റാം മോഹൻ റോയേക്കാൾ വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പോരാടിയൊരു പോരാളിയായിരുന്നു ശ്രീ ആറാട്ടുപുഴ വേലായുധൻ. നിർഭാഗ്യവശാൽ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ നാട്ടിൽ പോലും അദ്ദേഹത്തെ വേണ്ടത്ര അറിയുവാൻ കഴിയാതെ പോയി. ആ പോരായ്മയടക്കം പരിഹരിക്കുവാൻ തുടർന്ന് നാം നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ കഴിയണം. അതിന് എല്ലാവരും സന്നദ്ധരായി മുന്നോട്ട് വരണം, നാട്ടുകാരെന്നുള്ള നിലയിൽ മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ നാട്ടിൽ ഇവിടെ കൂടിയിരിക്കുന്ന സഹപ്രവർത്തകരോട്, നാട്ടുകാരോട് അഭ്യർത്ഥിക്കുന്നത്. ആദരണീയനായ ആ നവോത്ഥാന നായകൻ്റെ പോരാട്ടങ്ങളെ പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പ് സംസാരിച്ച കാശിനം പറഞ്ഞതുപോലെ പിന്നോക്ക വിഭാഗത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ ഒട്ടാകെ നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമ്പത്തും ആരോഗ്യവും ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും ബലിയർപ്പിക്കേണ്ടി വന്നത് ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ, സാമൂഹ്യ അനീതികളെ ഉച്ചാടനം ചെയ്യാൻ, അതിനെതിരായ ധർമ്മസമരത്തിലൂടെയാണ് വരുന്നത്. അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇന്ന് 152 വർഷം കഴിയുമ്പോഴും നമ്മുടെ നാട്ടിലടക്കം, കേരളത്തിലടക്കം വീണ്ടും അത്തരത്തിലുള്ള അനീതികൾ മുന്നോട്ട് വരുന്ന, അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതാകെ ബോധ്യപ്പെട്ടുകൊണ്ട് എത്രയോ 1.5 നൂറ്റാണ്ടിന് മുമ്പ് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ, പോരാട്ടങ്ങളെ ജനങ്ങളെയാകെ ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന് സമുചിതമായ ഒരു സ്മാരകം ഉയർന്നു വരാനും കഴിയേണ്ടതുണ്ട്. ആറാട്ടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് കെ രാജീവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ SNDP ചേപ്പാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് D കാശിനാഥൻ, യൂണിയൻ കൗൺസിലർ S ജയറാം, R ചന്ദ്രൻ, മംഗലം SNDP ശാഖാ പ്രസിഡന്റ് V സുധീർ, മംഗലം തെക്ക് ശാഖാ പ്രസിഡന്റ് രമണൻ, കഥാകൃത്ത് ബീന കുമാരകോടി, മുൻ മെമ്പർ പ്രസീത സുധീർ, റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ അബ്ദുൽ ഖരീം, S അശോകൻ, സാമൂഹിക മുന്നേറ്റ മുന്നണി വൈസ് പ്രസിഡന്റ് അജിത്ത് മംഗലം, നിവേദ്യ, കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. G സുരേഷ് പുഷ്പാർച്ചനയിലും അനുസ്മരണ സമ്മേളനത്തിലും പങ്കെടുത്തവർക്ക് കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ് ആറാട്ടുപുഴ.